ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമുക്ക് ആ ഒരു ബോക്സിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിൽ നിൽക്കുകയാണല്ലേ മാർക്കറ്റ്. അതായത് വൺസ് അതിൽ നിന്നൊന്ന് മേളിലേക്കോ താഴേക്കോ ഒന്ന് ഇറങ്ങാൻ നോക്കും, റിട്ടേൺ ബാക്ക് ടു ആ ബോക്സിലേക്ക് പോകും. ബോക്സ് എന്ന് ഉദ്ദേശം നമുക്കറിയാം, ആ ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ടല്ലോ. അപ്പോൾ വൺസ് ഇന്നത്തെ മോർണിംഗിൽ തന്നെ നമുക്കൊന്ന് നല്ല ഒരു ഈവൻ ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്പയറിയും കൂടി ആയിരുന്നു, നല്ലൊരു മൂവ് മേളിലേക്ക് കിട്ടി നല്ലൊരു ക്ലോസിങ്, അത്യാവശ്യം 1 hour ടൈം ഫ്രെയിമിൽ ക്ലോസിങ് മേളിലേക്ക് കിട്ടിയായിരുന്നു. ഞാൻ ഓൾറെഡി ടെലിഗ്രാം ചാനലിലുള്ളവർക്ക് അറിയാൻ പറ്റും, ഞാൻ മെസ്സേജ് കൊടുത്തായിരുന്നു. അവിടെ ഒരു ലിക്വിഡിറ്റി അബ്സോർബേഷന് വേണ്ടിയുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് അവിടെ നിന്ന് മാർക്കറ്റ് താഴെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ബിക്കോസ് അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, CPR ഒരു ലോവർ വാല്യൂവിലായിരുന്നു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലോവർ വാല്യൂ CPR വരുമ്പോൾ നമുക്ക് അതിൻ്റെ മേളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് എങ്കിൽ പയ്യെ ആ ഒരു ഓപ്പണിംഗ് റേഞ്ചിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ CPRനെ പറ്റി പറയുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയം അവിടെ ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ലിക്വിഡിറ്റി എടുത്താൽ മാത്രമായിരിക്കും താഴേക്കുള്ള മൂവ് കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം എല്ലാവരും എന്താക്കും, മേളിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ലിക്വിഡിറ്റി അബ്സോർവേഷനെ മാത്രമാണ് പറഞ്ഞുള്ളൂ. ബിക്കോസ് എല്ലാ കാര്യങ്ങളും കൂടി പറഞ്ഞൊരു കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ അധികം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാഞ്ഞത്. ആൻഡ് ഇനി ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഡീറ്റെയിൽ പറയാം. ബിക്കോസ് ലോവർ വാല്യൂ CPR, ഹയർ വാല്യൂ CPR, ഇൻസൈഡ് CPR, ഔട്ട്സൈഡ് CPR, അങ്ങനെ CPRനെ പറ്റി തന്നെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. മീൻസ് CPR തന്നെ നമുക്കൊരു കുറച്ചൊരു ഐഡിയ, ഒരു മാർക്കറ്റിൽ നമുക്കൊരു ഐഡിയ കിട്ടാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കോൾ ബട്ടർഫ്ലൈ 48,000-ൽ 49,800-ൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈസി ആയിട്ട് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് ടെൻഷനില്ല. അതായത് മാർക്കറ്റിന് എപ്പോഴും മാർക്കറ്റിൽ ഒരു 80% ഇനി പോട്ടെ, നമുക്കൊരു 60% നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. മീൻസ് അതിൻ്റെ അപ്പുറത്തേക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ സ്ട്രാറ്റജിയും കൂടി വേണം നമുക്ക്. അതായത് നല്ല സ്ട്രാറ്റജിയും കൂടി വർക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു പ്രോഫിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുക. നമ്മൾ ലോസ് ഒരുപാട് ഹൈ വന്ന് പ്രോഫിറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് കാര്യം ഉണ്ടാവില്ല. അതേസമയം ലോസ് നമ്മൾക്ക് ലിമിറ്റ് ചെയ്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വെച്ചിട്ട് എന്താക്കാം, നമുക്ക് നല്ല ഒരു ലോങ് റണ്ണ് നമുക്ക് ഇതിൽ നടത്താൻ പറ്റും. അപ്പോൾ അതാണ് മാർക്കറ്റിനെ പറ്റി അറിയുക, ഈസി ആയിട്ട് സ്ട്രാറ്റജി സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, സ്ട്രാറ്റജിയിൽ കയറുക, മാർക്കറ്റ് ആ ലെവലിൽ വന്നാൽ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതാണ് ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കോൾ ബട്ടർഫ്ലൈയിൽ ഞാൻ 49,800-ൻ്റെ കോൾ ബട്ടർഫ്ലൈ ചെയ്തതിൻ്റെ മീൻസ് കോൾ ബട്ടർഫ്ലൈ ചെയ്യുമ്പോഴും സ്ട്രാറ്റജി ബേസ്ഡ് ട്രേഡിൽ ഒരുപാട് പേർക്ക് താല്പര്യം കുറവ് പോലെയാണ് തോന്നുന്നത്. ബിക്കോസ് എല്ലാവരും ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ പുറകെയാണ്. അതായുള്ള നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ മാതിരി ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് ഉള്ളത്. ബട്ട് റിസ്ക് ഹൈ ആണ്, ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല പറയണത്, റിസ്ക് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ റിസ്ക് കുറവാണ്. കുറച്ചൊരു ഈ പറഞ്ഞ മാതിരി ബോറിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ നൈസായിട്ട് ആ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രെൻഡിങ് ആയ സമയത്ത് നമുക്ക് അങ്ങനത്തെ രീതിയിലും ചെയ്യാം അല്ലേ. ഞാൻ ആ ബോക്സ് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു കണ്ടിന്യൂഷൻ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ നിന്നുള്ള. അപ്പോൾ അതിന് വന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനത്തെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം. ഞാനത് ചാനലിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അങ്ങനത്തെ ഒരു ബ്രേക്കിംഗ് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ലിമിറ്റഡ് ലോ സ്ട്രാറ്റജിയാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. മീൻസ് ഞാൻ കോൾ ബട്ടർഫ്ലൈയുടെയൊക്കെ 1-2 പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ എന്തായാലും പറയാം. ആൻഡ് പിന്നെ മീൻസ് ഈ പറഞ്ഞ മാതിരി വെർജിൻ CPRനെ പറ്റിയും കുറേ ഡിസ്കസ് ചെയ്യാൻ ഉണ്ട്. വെർജിൻ CPRനെ പറ്റി പറയുമ്പോഴും എനിക്കറിയില്ല. ബിക്കോസ് അത് കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു പുൾ ബാക്കൊക്കെ ഒരു ദിവസം നല്ല തന്നായിരുന്നു. ബട്ട് നമുക്ക് വീഡിയോസിന് പൊതുവേ ഒരു ലൈക്ക് കുറവാണ്. അപ്പോൾ എത്ര പേര് അതിനെ ഒരു സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് എന്നൊന്നും എനിക്ക് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് മീൻസ് എനിക്കൊരു ഇനീഷ്യേറ്റീവ് എടുക്കുക. അതായത് ഇന്ന പേരുണ്ട് അല്ലേ, നമുക്ക് ഇത്ര ഇന്ന ആൾക്കാർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിന് വേണ്ടി ഒന്ന് കാത്തിരിക്കുന്നുണ്ട്. ബട്ട് അതൊന്നും ഇല്ലാണ്ട് നമുക്കൊരിക്കലും ഒറ്റയടിക്ക് ഒരു ഈ പറഞ്ഞ അതിൽ വെറുതെ ട്രേഡ് ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മീൻസ് അതിലൊരു റീസൺ ഉണ്ടാവും.
അപ്പോൾ ഇപ്പോൾ ഒരു 50-60 പേരൊക്കെയാണ് മാക്സിമം നമ്മുടെ വീഡിയോ കാണുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരു 10 പേര് ലൈക്ക് ചെയ്താൽ 10-15 പേരുടെയാണ് ലൈക്ക് സ്ഥിരമായിട്ട് വരുന്നുള്ളൂ. ആൻഡ് കമൻറ്റ് സ്ഥിരമായിട്ട് വരുന്നത് 3-4-5 പേരാണ്. മനീഷ് AR എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ബ്ലെസ്സിങ്ങോട് കൂടി പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻഡ് ജിറ്റു ജോസ് ആൻഡ് അനീഷ് ബ്രോ, പിന്നെ SK എന്ന് പറഞ്ഞിട്ട് ഫുൾ നെയിം അറിയില്ല, പിന്നെ അതുപോലെ തന്നെ സാദിഖ് അങ്ങനെ കുറേ പേര് നമുക്ക് ഇങ്ങനെ കമൻറ്റും വരുന്നുണ്ട്. അവരുടെ വീഡിയോ കുറേ ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി വീഡിയോ മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റും കൂടി മനസ്സിലാവണം. എന്തുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വെറുതെ ഒരു സെല്ലിങ് സ്ട്രാറ്റജി പോയിട്ട് കാര്യമില്ല, നമുക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റും കൂടി മനസ്സിലാവണം, എന്തുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ട്രേഡ് ഇത് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് അല്ല സിമ്പിളായിട്ട് ഇരുന്ന് ഏൺ ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജീസൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം നിങ്ങൾ അധികം പേര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, മീൻസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാകും എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാനൊരിക്കലും ലൈക്ക് ചെയ്യാനും പറയത്തില്ല, മീൻസ് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ആ ഒരു സപ്പോർട്ട് വന്നാൽ വളരെ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ടാവും. ഇപ്പോൾ നാം ചോദിക്കുമ്പോഴും എത്ര പേർക്ക് അതിൻ്റെ കറക്റ്റ് കൺസെപ്റ്റിനെ പറ്റി അറിയില്ല. എപ്പോഴും ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ മേലിലാണ് അധികം പേര് ഇരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ എത്ര പേർക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജീസ് വന്നം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ആ കാര്യം കൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം നൽകുക. കുറേ പേര് നൽകുന്നുണ്ട്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് പോകാം. ഓൾറെഡി നമ്മൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ മിക്ക കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ബോക്സിൽ നിന്ന് നമുക്ക് ബോക്സിൽ നിന്ന് ഔട്ടായപ്പോഴായിരുന്നു ഞാൻ പറഞ്ഞ മാക്സിമം അവിടെ നിന്നൊരു ലിക്വിഡിറ്റി അബ്സോർബേഷൻ ഉള്ള ചാൻസ് ആണ് എന്നുള്ളത് പറഞ്ഞല്ലോ. ഇവിടെ നമുക്ക് ലുക്സ് ലൈക്ക് ലിക്വിഡിറ്റി അബ്സോർബേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റ് പയ്യെ സ്ലോ ആയിട്ട് തന്നെ ഡൗൺ ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് വീണ്ടും ആ ഒരു സോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഇതിലായിരുന്നു ഒരു 3.86% അടുത്ത് ഒരു ബാങ്ക് നിഫ്റ്റി പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സിംഗിൾ ലോട്ടൊക്കെ തന്നെയാണ് ഞാനും മാക്സിമം ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ചാനലിൻ്റെ ചാനൽ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്കുള്ള നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഒരു അനാലിസിസ് നോക്കാം. സ്റ്റിൽ ബിയറിഷാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്കൊരു നല്ലൊരു പെർഫെക്റ്റ് ക്യാൻഡിൽ ബ്രേക്കൗട്ടൊന്നും ഇപ്പോഴും തന്നിട്ടില്ല. ഇവിടെ നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോളോ അപ്പ് വന്ന് നിൽക്കുന്നത് മീൻസ് നെഗറ്റീവ് ക്യാൻഡിൽ, അവിടെയും പിന്നെയും മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറിയിട്ട് പിന്നെയും അവിടെ ഇൻഡിസിഷനും നെഗറ്റീവ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഒരു ഫോൾസ് ബ്രേക്കൗട്ട് എന്ന രീതിയിൽ ഇപ്പോഴും ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നോക്കാം, അതായത് ഈ ഒരു സോണിൽ തന്നെയാണ് ഉള്ളത്. ഈ സോണിൽ നിന്ന് ക്ലിയർ ബ്രേക്കൗട്ട് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഹൈ മേ ബി ഇന്നലത്തെ ഹൈയിനേക്കാളും ഒരു ഹൈ നമുക്ക് ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈ എടുത്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് കുറച്ച് മേളിലേക്ക് ഒരു ഹൈ എടുത്തിട്ടുണ്ട്, ആൻഡ് ഒരു ലോവർ ലോയും എടുത്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ അത് വന്നാൽ നമുക്കൊരു ഹൈ ലോ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് നമുക്കൊരു ബുള്ളിഷ് സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുള്ളിഷ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താൽ മാക്സിമം ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ടെങ്കിലും നാളെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിന് നോക്കുക. ഈവൻ നമുക്ക് ഒരു 1 hour ടൈം ഫ്രെയിം എടുത്ത് നോക്കിയാൽ കുറച്ചും കൂടെ ഒരു ഐഡിയയിൽ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്, നമുക്ക് 1 hour ടൈം ഫ്രെയിമും കൂടി നോക്കാമല്ലേ. ചെറിയൊരു സ്ട്രക്ചറാണ്, പെട്ടെന്ന് നമുക്ക് അതിലൊരു കിട്ടാൻ വഴി ഉണ്ടാവില്ല. ഇവിടെ ഒരു ഹൈ എടുത്തു, ലോ എടുത്തു, ഒരു ഹൈ എടുത്തു, ലോ എടുത്തു, പിന്നെയും ഒരു ഹൈ എടുത്തേക്കണേണ്. ബട്ട് ഹൈ കുറച്ചും കൂടി ഒരു വലിയ ഹൈ തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരു എടുത്തേക്കണ ഹൈ ലോ, പിന്നെ ഇവിടുത്തെ ലോ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്. അപ്പോൾ ഒരു ഹൈ ലോയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ബ്രേക്കൗട്ടിനും കൂടി വേണ്ടി നമുക്ക് നോക്കാം. അവിടെ നിന്നുള്ള താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ എവിടെയായിരിക്കും നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടുകയെന്ന് നോക്കാം. അപ്പോൾ മാക്സിമം നാളെയും ഒരു ഹൈ എടുക്കുമോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഹൈ നാളെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുക. നിഫ്റ്റി നാളെ എന്താണ്, നാളെ നമുക്ക് എക്സ്പയറി ഡേയും കൂടിയാണ്. നമുക്ക് CPR എവിടെയാണ് വന്നേക്കുന്നത് എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻസ് അത് നാളെ എങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും മീൻസ് ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസ്. സ്റ്റിൽ അതിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് എന്തായാലും നാളെ നോക്കി അറിയാം. ഒരു ഹൈലോയിലൊരു എന്താ ഒരു ബുള്ളി സ്ട്രക്ചറിലാണ് വീണ്ടും നിഫ്റ്റി ഒന്ന് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബട്ട് ശ്രദ്ധിക്കുക, എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിന് ഒരു താഴേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെയൊക്കെ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാനുണ്ട് എന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാരെ എല്ലാവരെയും കയറ്റിയിട്ട് വേണം താഴേക്ക് ഇറക്കാൻ എന്നുള്ള സ്ഥിതിയിലാണ് എന്ന് പോകുന്നത് നോക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം ഹയർ സൈഡ് ലിമിറ്റഡ് ആണെങ്കിൽ ഒരുപാട് ഹയർ സൈഡിലേക്ക് പോകാണ്ട് തന്നെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നമുക്ക് 1 hour ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ ഒരു ഇത് കാണുന്നുണ്ട്. അതായത് ഒരു ഹൈ എടുത്തിട്ടുണ്ട്, ഒരു ലോ എടുത്തിട്ടുണ്ട്, വീണ്ടും ഒരു ഹൈ എടുക്കുന്നു, ഒരു ലോ എടുക്കുന്നു അല്ലേ. അതായത് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് സെൻറ്റർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മേ ബി നമുക്ക് ഇവിടെ ഒരു ഹൈ അടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം മാക്സിമം അടുത്ത ഹൈയും ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ബാങ്ക് നിഫ്റ്റിക്ക് നിൽക്കുന്നുണ്ട്. ബട്ട് ആ ഒരു സോൺ ഉണ്ട്. അപ്പോൾ ഈ സോണിൽ നിന്നുള്ള ബ്രേക്കൗട്ട് ഇന്നിവിടെ തന്നു, അത് ഫോൾസ് ബ്രേക്കൗട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നാളെയും ഇതിൻ്റെ മേളിലൊരു ഹൈ കിട്ടണമെങ്കിൽ വീണ്ടും ഒരു ലോ എടുക്കാനുള്ള ചാൻസ് അവിടെ നിന്നുണ്ട്. അപ്പോൾ ഒരു ഹൈലോയിൽ തന്നെ പോകാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ട്രെൻഡ് ലൈനിൻ്റെയും കൂടി ഒരു ബ്രേക്കൗട്ടില്ല, ഒരു താഴേക്കുള്ള ബ്രേക്കൗട്ടിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കൊരു ലോങ് ട്രെൻഡിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് നോക്കാം. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെയും ഉള്ളത്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് അനാലിസിസും കൂടി ഒന്ന് നോക്കിയേക്കാം. ഓയിൽ എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി മീൻസ് പുട്ടോ കോളോ റൈറ്റിംഗ് ഉണ്ടാകും. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റി ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ഇൻ ഓയിൽ നോക്കാൻ നേരത്ത് എന്താണ്, ഓക്കെ, ചേഞ്ച് ഇൻ ഓയിൽ നോക്കാൻ നേരത്ത് സ്റ്റിൽ നമുക്ക് കുറേ അൺവൈൻഡിങ് കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് കുറച്ചും കൂടി പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട് അല്ലേ, കുറച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് പോസിറ്റിവിറ്റി തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ലെവൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കൺസോൾട്ടേഷൻ സോണും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽസിലൊക്കെ തന്നെ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഞാൻ മാക്സിമം റെസിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് 23,400 തന്നെയാണ്. 23,400 ആണ് നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് നിൽക്കുന്നത്. ഈവൻ ഇൻ നിഫ്റ്റിയിലാണെങ്കിൽ നിഫ്റ്റിയിൽ 23,400 റെസിസ്റ്റൻസ് നിൽക്കുന്നുണ്ട് അല്ലേ. 23,400 ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പെട്ടെന്നുള്ളൊരു സെല്ലിങ് വരുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഓയിൽ. നമുക്ക് പ്രത്യേകിച്ച് വലിയ ഒരു സ്ട്രാഡിൽ ഫോർമേഷനായിട്ടൊന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ബിക്കോസ് ആ ഒരു 23,300 to 23,400 റേഞ്ചിൽ ഉണ്ട്. ഞാൻ 23,200 ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റിയുടെ ഓയിൽ വെച്ചിട്ട് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് ഇനി 19th ആണ്, 19th ജൂൺ എക്സ്പയറി ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഓയിൽ നോക്കാൻ നേരത്ത് എന്താ കാണുന്നേ, പുട്ട് റൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. സോ കുറച്ചും കൂടി ഒരു ഡീസൻറ്റ് ഓയിൽ വരുന്നുണ്ട്. അതായത് അൺവൈൻഡിങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും ബാങ്ക് നിഫ്റ്റീനെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് പുട്ട് റൈറ്റിങ്ങും കോൾ റൈറ്റിംഗ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് 50,000 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് നമുക്ക് വലിയ റെസിസ്റ്റൻസ് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. മാക്സിമം നമ്മളൊരു ലാർജിൽ വെച്ച് നോക്കാൻ നേരത്ത് 50,000 തന്നെയാണ് നല്ലൊരു കോൾ റെസിസ്റ്റൻസ് ആയിട്ട് സ്റ്റിൽ ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് ലാർജിൽ അതായത് പുട്ട് റൈറ്റിംഗ് ഹെവി ആയിട്ട് സ്റ്റിൽ കാണാനും അത്ര നല്ല ഹെവി പുട്ട് റൈറ്റിംഗ് കാണാൻ കഴിയുന്നില്ല. ബട്ട് സ്റ്റിൽ 0.83 മീൻസ് ഇത് കാണിക്കുന്നുണ്ട്. ഏതാ നമുക്ക് PCR 0.83 കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നാളെ ഒരു മീൻസ് എക്സ്പയറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാക്സിമം ഈ ഒരു സോണും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ പോവുക. 50,000 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. അവിടെ നമുക്ക് പുട്ട് അൺവൈൻഡിങ് നടന്നിട്ട് കോൾ അൺവൈൻഡിങ് നടന്നിട്ട് പുട്ട് ബിൽഡിങ് വന്നെയാണെങ്കിൽ ഒരു ഹൈയും കൂടി ബാങ്ക് നിഫ്റ്റിയും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OI അനാലിസിസും പ്ലസ് നമുക്ക്
നമ്മുടെ ഒരു സ്ട്രക്ചർ ഒരു പ്രൈസ് ആക്ഷനിൽ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റയിൽ FISൻ്റെ ഭാഗത്ത് നിന്നൊക്കെ എന്തൊക്കെയാണ് മീൻസ് ബുള്ളിഷ് ആണോ എന്ന് നോക്കാം. അവരൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് ബുള്ളിഷ് ആയിട്ടുണ്ട്. ബുള്ളിഷ് എന്നല്ല മീൻസ് കോളും പുട്ടും അവർ ലോങ്ങിലേക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ സ്റ്റിൽ ഇത് കാണാൻ കഴിയുന്നുണ്ട്, ഫ്യൂച്ചേഴ്സ് ലോ ആയി ബിൽഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ചൊന്ന് പോസിറ്റിവിറ്റി അവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് ഇന്നലെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി പോസിറ്റിവിറ്റി കാണാൻ കഴിയുന്നുണ്ട്. OI ഇൻഡെക്സിലും OI ഇൻഡെക്സ് ഓപ്ഷൻസിലും അവർ സെയിം തന്നെയാണ് നിൽക്കുന്നത്, ഡെയിലിയിൽ തന്നെയാണ് സെല്ലിങ് അവർ കുറച്ചൊന്ന് പോസിറ്റിവിറ്റി. ബാങ്ക് നിഫ്റ്റിയിൽ FISൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് DASൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പോസിറ്റീവ്. ഡെയിലി ഇൻഡെക്സിലാണെങ്കിൽ അവർ പോസിറ്റീവാണ്, ലോങ് കോളാണ് ലോങ്ങിലൊക്കെ നിൽക്കുന്നത്. സെല്ലിങ് കുറച്ചിട്ടുണ്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അല്ലേ, ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ കോൾ കുറച്ചിട്ടുണ്ട്. ആൻഡ് OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ ആ ലോങ്ങിന് ശരിക്കും നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അവർ പുട്ട് ലോങ് കുറച്ചൊന്ന് ഹ്യൂജ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ബയ്യിങ് ഇന്നലത്തെ മാതിരി തന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ ബയ്യിങ് അവർ ഇന്നലെയും 36 ആണെങ്കിൽ ഇന്നത് 31, സ്ലൈറ്റ്ലി ഒന്ന് ഡിക്രീസ് ചെയ്തേക്കണേണ്. അപ്പോൾ നെഗറ്റിവിറ്റി ഒന്നും നമുക്ക് FIDA ഡാറ്റ അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊന്നും കാണാൻ കഴിയുന്നില്ല. ഈവൻ നമുക്ക് FIDA ഡാറ്റയൊന്നും ഇക്വിറ്റിയിൽ കാണാനും കഴിയുന്നത് നമുക്ക് ബയ്യിങ് ആണ്. 47 സ്ലൈറ്റ്ലി ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും ഒരു ബയ്യിങ് ആണ് രണ്ടുപേരും നടത്തിയേക്കുന്നത്. അപ്പോൾ പോസിറ്റിവിറ്റി ഉണ്ട്. നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ബിക്കോസ് നമുക്ക് താഴെയാണ് കുറച്ചും കൂടി ഒരു അധികം വന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാരെ ഒന്ന് മേളിൽ കയറ്റാൻ ഹയർ ആയിട്ടുള്ള ചാൻസ് നിൽക്കുന്നുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ശരിക്കും ഈ പറഞ്ഞ മാതിരി നമ്മളൊരിക്കലും ചെറിയ ഒരു അശ്രദ്ധക്ക് പോലും സ്റ്റോപ്പ് ലോസിനെ മാറ്റി ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ബിക്കോസ് ഏത് സമയത്താണ് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരു താഴേക്ക് ട്രെൻഡ് വന്നാൽ നമ്മൾ എത്ര ബുള്ളിഷാണെന്ന് പറഞ്ഞാലും ഈ മാർക്കറ്റ് താഴേക്ക് വീഴുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ ഒറ്റയടിക്ക് നമുക്ക് താഴേക്കുള്ള പൊസിഷൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെയുണ്ട്. ആൻഡ് നമ്മൾ ഫസ്റ്റ് ടൈം പറഞ്ഞത് CPRൻ്റെ ഒരു റേഞ്ച് പറഞ്ഞായിരുന്നല്ലേ. അത് ഓൾറെഡി ഞാനൊരു ഇതിൽ പറഞ്ഞതുകൊണ്ട് മീൻസ് അതായത് ലോവർ റേഞ്ച് CPR ആയതുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് ഇന്നലത്തെ CPRനെ കാട്ടി ഇന്ന് ലോവറായി ഓപ്പൺ ആയത് എന്ന് മേളിലാണ്. ഇപ്പോൾ ഇതേ സമയം ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഇത് നമുക്ക് വേണ്ടി താഴെയാണെങ്കിൽ മാർക്കറ്റ് ബിയറിഷ് ആവാനാണ് കേട്ടോ ചാൻസ്. ഇതിപ്പോൾ CPRനെ അനുസരിച്ചിരിക്കും, CPRും അതിൻ്റെ ഓപ്പണിംഗൊക്കെ അനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങളും നമുക്ക് അതിൽ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ എന്തായാലും പറയാം. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഇതുപോലെയുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്ത് അറിയണമെങ്കിൽ ഞാൻ എന്തായാലും ഈ പറഞ്ഞ മാതിരി ടെലിഗ്രാം ചാനലും കൂടി എനിക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ അതിനനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും കമൻസിലൂടെയൊക്കെ ഒന്ന് അറിയിച്ചാൽ നമുക്കതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോകാം. മാക്സിമം ക്ലാസ്സും അധികം വൈകാണ്ട് തന്നെ സെറ്റ് ചെയ്യുക. മാക്സിമം അതിൻ്റെ സ്പീഡിലൊക്കെ തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം പ്രതീക്ഷയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.